ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ സ്നാക്കാണ്, ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ പോവാണ്. ഞാനൊരു 5 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് 2 സൈഡും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പതുക്കെ പൊരിഞ്ഞാൽ മതി. ശേഷം അത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്രൈങ് പാനിലിട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ബ്രെഡ് മാത്രം പൊടിച്ചതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് 2 കഷ്ണം ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ചിക്കൻ്റെ മിക്സിന് ചെറിയൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത്. ഇത് ബ്രെഡ് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ഒരു പ്ലേറ്റിൽ കൈ കൊണ്ട് നന്നായിട്ട് പരത്തി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റാം. അതിന് വേണ്ടിയിട്ട് കത്തിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കാം. എന്നിട്ടിത് ഓരോ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ചിക്കൻ കൂട്ട് അതൊന്ന് കുറച്ച് കോൺഫ്ലവറിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ടത് മുട്ടയുടെ മിക്സിലേക്ക് വെച്ച് കൊടുക്കുക. അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി അത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ പീസും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, മുങ്ങിക്കിടക്കണം എന്നില്ല. ജസ്റ്റ് നമുക്ക് മറിച്ചും തിരിച്ചിട്ട് വറുത്തെടുത്താൽ മതിയാകും. ഒരു സൈഡ് മൂത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ മറിച്ചും തിരിച്ചും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വറുത്തെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സും അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചാനലിലേക്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. താങ്ക്